ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പെസഹാ ദിനം ഇങ്ങ് അടുത്തിരിക്കുകയാണല്ലോ അല്ലേ. അപ്പം നമ്മുടെ ക്രിസ്ത്യാനികളായവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം ഈ പെസഹ അപ്പവും അതുപോലെ പെസഹ പാലും എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും സമയം അധികമില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള അധികം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പെസഹ പാൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാവേ. ഇത് ഞാനിപ്പോൾ 2 ഗ്ലാസ് പാലിന് വേണ്ടിയുള്ള അളവുകളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ശർക്കര 1/2 കപ്പ്, അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ, 2 ഏലക്ക, അതേപോലെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ഫൈനലായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങയും വേണേ. ഈ തേങ്ങയിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് 1-ാം പാലും വീണ്ടും 1/2 കപ്പ് വെള്ളം ചേർത്ത് 2-ാം പാലും ആക്കി റെഡിയാക്കി വെക്കണം കേട്ടോ. ഈ ശർക്കര നമുക്ക് ആദ്യം ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ എത്ര ശർക്കരയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്കിനി കൂടുതൽ പെസഹ പാൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ എല്ലാ ക്വാണ്ടിറ്റി ഇതിൻ്റെ ഡബിളായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവിലാണ് നിങ്ങൾ ഓരോന്നും എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ്സിനുള്ള പാലായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അലുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശർക്കര പാനിയിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് ആ അരിപ്പൊടി കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണേ. അപ്പം കുറച്ച് വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പാനി മാത്രം ഒഴിച്ചത്. നമ്മുടെ അരിപ്പൊടിയൊക്കെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനിയോടെ നമുക്ക് ഒഴിച്ച് ചേർക്കാം. അതോടൊപ്പം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന 2-ാം പാലും കൂടി ഇതിലേക്ക് ചേർക്കണേ. ഇത് അടുപ്പിൽ വെച്ച് തീ ഓണാക്കിയതിന് ശേഷം നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പോലെ തോന്നുമ്പോഴേക്കും ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കര വെള്ള ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ടാണ് വലിയ കളറൊന്നും ഇല്ലാത്തത്. അപ്പോൾ ബ്രൗൺ കളർ ശർക്കരയായിരുന്നെങ്കിൽ നല്ല കളർ ഉണ്ടായേനെ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ബ്രൗൺ കളർ ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ലൈറ്റ് കളറായി പോകും കേട്ടോ. ഇപ്പം നമ്മുടെ പാനിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ തീ ഓഫാക്കണേ. ഫ്ലെയിം ഓഫാക്കിയാലും 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി അതുപോലെ സിമ്പിളും ആയിട്ടുള്ളൊരു രീതിയാണ് ഇങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.